സോ അർജന്റീന അങ്ങനെ ജയിച്ചു. അവസാനത്തെ 10 മിനിറ്റ് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ മുഖമൊന്ന് കേൾക്കി നോക്കി. കാരണം ഇത് റിയാലിറ്റി ആണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്ന് വരെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് മേ ബി ഓരോ അർജന്റീന ഫാൻസും പോയത്. കാരണം എടാ എന്താടാ ചെയ്തത്, 2 അസിസ്റ്റടാ മെസ്സി. ആ മറ്റേ നമ്മളെ 85-ാം മിനിറ്റിൽ എൻസോൻ്റെ ഒക്കെ ഗോൾ ഉണ്ടല്ലോ, ഗംഭീര ഗോൾ. എൻസോ നിരന്തരമായി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഗോളായി. പിന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ ടൈമിലോട്ട് പോകുന്നു, പക്ഷെ പോയില്ല. അവിടെയാണ് നമ്മൾ ലോട്ടാറോ മാർട്ടിനസിൻ്റെ ഹെഡ് ഗോൾ, അതും ലയണൽ മെസ്സിൻ്റെ അസിസ്റ്റ്. സത്യം പറയുള്ളൂ ഗംഭീര പെർഫോമൻസ്, ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. അവസാനം ഒരു 10 മിനിറ്റ് ഇംഗ്ലണ്ടിനായിട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതുവരെ ഇംഗ്ലണ്ട് കളിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ 55-ാം മിനിറ്റിൽ ആ ഗോൾ വീണെങ്കിലും പിന്നെ അർജന്റീനയുടെ അറ്റാക്ക് ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ചെയ്ത്. സത്യം പറയാലോ, ഈ അർജന്റീനയെ ഭയക്കണം, അത് സ്കലോണി വെറുതെ പറയല്ല. സോ അർജന്റീന എന്തായാലും ഭയക്കണം. ഇനി സ്പെയിനും അർജന്റീന തമ്മിൽ ഫൈനൽ മുട്ടും. അത് ആര് ജയിക്കും അതല്ല കാര്യം, പക്ഷേ എൻജാതി പെർഫോമൻസ്. ഞാൻ നല്ല പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇംഗ്ലണ്ട് ജയിക്കും, ഇതുവരെ കളിച്ച പോലെയല്ല അർജന്റീനയുടെ ഇനി വരാൻ പോകുന്ന മാച്ച്. ഞാൻ നല്ല പറഞ്ഞു അർജന്റീന ജയിക്കും. കാരണം എന്താ, അവസാനത്തെ 10 മിനിറ്റിൽ അർജന്റീന പെർഫോം ചെയ്തത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ കബവർദയോടായാലും ഈജിപ്തിനോടായാലും സ്വിറ്റ്സർലാൻഡിനോടാണെങ്കിലും അർജന്റീന അവസാനത്തെ 10 മിനിറ്റ് പെർഫോം ചെയ്തത് ഗംഭീര പെർഫോമൻസ് ആണ്. ഇംഗ്ലണ്ടിൻ്റെ ഫുൾ താരങ്ങൾ ബോക്സിനുള്ളിലുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര വിഷമമുണ്ട് എല്ലാവർക്കും നിൽക്കാറ്, പക്ഷേ എന്ത് ചെയ്യാനാടാ, ഞങ്ങൾക്ക് മെസ്സി ഉണ്ടല്ലോ. ശരിയടാ.